ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി കരിമീൻ പാല് കറിയാണ് വയ്ക്കാൻ പോണത്. ഇവരാണ് കേട്ടോ ആഹത് ഭാഗ്യർ. ഇവരെ നമ്മളിന്ന് ക്ലീൻ ചെയ്ത് കറിയിലോട്ടാക്കാൻ പോവാണ്. പാവങ്ങൾ അവരൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ് ഗൈസ്. നമുക്കിത് വെട്ടിയിട്ട് കൊണ്ടുവരാം. ആഹാ, എന്താ ഭംഗി! നല്ല വെട്ടി ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയാക്കാം. പാലുകറിയാണ് ഇന്ന് വയ്ക്കാൻ പോണത്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു റെസിപ്പി അങ്ങോട്ട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇതിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പലരും പല വിധത്തിലല്ലേ വെക്കണത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെക്കണതിന് നല്ല ഡിമാൻഡാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇവരെ നമുക്ക് ഒന്ന് വരഞ്ഞ് റെഡിയാക്കി എടുക്കണം. അതവിടെ മാറ്റിയിരിക്കട്ടെ. ഒരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്തിരി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്താൽ മതി. അത്യാവശ്യം ഒന്ന് വാടി വരണം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് പച്ചമണമൊക്കെ മാറി ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഞാൻ മുളക് പൊടി ഇടാറുള്ളൂ. മുളക് പൊടി ഇത്തിരി ചൂടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അത് കാരണം അതിന് ശേഷം ഞാൻ മുളക് പൊടി ഇടാണ്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മൂത്ത് വരുമ്പോൾ ഇത്തിരി കളർ ഡാർക്കാവും. കളർ ഡാർക്കായതിന് ശേഷം മാത്രം നമുക്കതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിയും വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ് ഒഴിച്ചു കൊടുത്തത്. ഒന്ന് നന്നായി തിളച്ച് പുളിയൊന്ന് ഇറങ്ങി വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാലും രണ്ടാം പാലും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ നന്നായി ഇറങ്ങിയതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കട്ടെ. ഇനി നന്നായി ഒന്ന് തിളച്ച് വരണം. അടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് മൂന്നാം പാലും രണ്ടാം പാലുമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇതിന് ശേഷം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും പുളി ഇത്തിരി ഇറങ്ങിയിട്ടുണ്ടാവും. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരിത്തിരി കൂടെ പാലുണ്ടായിരുന്നത് ഞാനങ്ങോട്ട് ഒഴിച്ചു. ചാറിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഇത്തിരി ചാറ് കൂടുതലിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കുറച്ചുകൂടെ പാല് റെഡിയാക്കി ഒഴിച്ചത്. ഇനി നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം ഇളക്കരുത്. ചട്ടി പിടിച്ച് ചുറ്റിച്ച് എടുക്കാവൂ. മീൻകൂട്ടന്മാരൊക്കെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ. ഒരിത്തിരി നേരം ചെറിയ തീയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുളിയൊക്കെ ഇറങ്ങി അതൊന്ന് റെഡിയാവും. ഇപ്പം ഏകദേശം തള വന്നിട്ട് റെഡിയായി തുടങ്ങുന്നുണ്ട്. ഒരിത്തിരി നേരം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ.
ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാനൊന്നും നിൽക്കരുത്. ചട്ടി നല്ലോണം ചുറ്റിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ മീൻകറി വെച്ചാൽ. നമുക്ക് ഇത്തിരി ഉള്ളിയും വേപ്പിലയും ഒക്കെ കൂടി ഒന്ന് താളിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ മീൻ ചാറിൻ്റെ മീതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 8 ഉള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വാടി ഇച്ചിരി മൊരിഞ്ഞു വന്നം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊക്കെ ആയി വന്നുണ്ട്. സൈഡിലത്തേക്ക് ഇത്തിരി മൊരിഞ്ഞ് വന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, റെഡിയായി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആയിക്കോട്ടെ. പെട്ടെന്നാവും കേട്ടോ, ഒരുപാട് തീ കൂട്ടിയിടണ്ട. ഇത് പെട്ടെന്നാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതാണ് പരുവം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരിച്ചിരി വേപ്പിലയും വറ്റൽമുളകും കൂടി ഞാൻ ഇടുന്നുണ്ട്. വറ്റൽമുളക് ഇടുന്നത് ഇവിടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. വീടുകളിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ഓരോ ടൈപ്പ് ഇഷ്ടമായിരിക്കുമല്ലോ. ഇവിടെ ഇത്തിരി വറ്റൽമുളകും കൂടി ഇടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. താല്പര്യമില്ലാത്തവർ വറ്റൽമുളകിൻ്റെ ഇതങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. ഒരിച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് ആ മീതെ ഒഴിക്കണതിനൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടേക്കണത്. നമുക്ക് മീനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആഹാ, ഇപ്പോഴാണ് അതിന് ആ ഒരു ഭംഗി വന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. താങ്ക് യു.